ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണർ അസോസിയേഷൻ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു ചികിത്സയാണ് അക്യുപഞ്ചർ ചികിത്സ. കേരളത്തിൽ കഴിഞ്ഞ 10-20 വർഷത്തോളമായി ചികിത്സ വലിയ പ്രചാരവും സ്വീകാര്യതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ എല്ലാ ജില്ലയിലും അക്യുപഞ്ചർ ചികിത്സയുണ്ട്. IAPA ഇന്ത്യൻ അക്യുപഞ്ചർ പ്രാക്ടീഷണർ അസോസിയേഷന്റെ മെമ്പർമാർ എല്ലാ ജില്ലയിലും ഉണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും അധികം ഈ ചികിത്സ വളർന്നു വരാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നിലവിലുള്ള ചികിത്സയുടെ പോരായ്മ എന്നേ പറയാൻ കഴിയുള്ളൂ. എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ച് പല രോഗങ്ങളും പരിപൂർണമായി സുഖപ്പെടുന്നില്ല. ഇപ്പൊ മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങള്, ശ്വാസമുട്ടൽ പോലുള്ള രോഗങ്ങള്, സ്ത്രീജന്യമായ മാസമുറ സംബന്ധമായ രോഗങ്ങള്, ഇതൊന്നും തന്നെ പരിപൂർണമായി സുഖപ്പെടുന്ന സാഹചര്യം നിലവിലെ പെയിൻ കില്ലർ പോലുള്ള ചികിത്സ കൊണ്ട് ലഭിക്കുന്നില്ല സത്യമാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ അതിന് ബദലായ മറ്റേതെങ്കിലും ചികിത്സയെ ജനങ്ങൾ സ്വീകരിക്കുകയും ആ രീതിയിൽ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് വലിയ സ്വീകാര്യതയും കേരളത്തിൽ എല്ലാ ജില്ലയിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു വളർച്ചയുടെ ഘട്ടമാണത്. സ്വാഭാവികമായി ഈ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് പഴയ കാലത്ത് ഭാരതത്തിന്റെ അടിസ്ഥാന ചികിത്സ ആയുർവേദമായിരുന്നു. എങ്ങനെയാണ് ആയുർവേദം ഇപ്പോ ഒരു ചികിത്സ മുഖ്യധാര ചികിത്സയിൽ നിന്ന് പുറത്തായത്? അഥവാ എന്തെങ്കിലും രോഗം വന്നാൽ ആരും ആയുർവേദ ചികിത്സക്ക് ഉപയോഗപ്പെടുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന്റെ പിറകിൽ ഒരു വലിയ ചരിത്രം ഉണ്ടായിരിക്കാം. ഇത് എന്തുകൊണ്ടാണെന്ന് അന്വേഷണം നടക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യയുടെ തനതായ സമ്പത്ത് നമുക്കറിയാം. കേരളത്തിലെ കോട്ടക്കൽ പോലുള്ള പേരുകൾ പോലും ലോകത്ത് വലിയ പ്രസിദ്ധമാണ്. എന്തുകൊണ്ട്? ആയുർവേദ ചികിത്സയുടെ പേര് കൊണ്ട്, ആയുർവേദ ചികിത്സ റീറ്റില്ലമായതുകൊണ്ട്. പക്ഷെ ഇന്ന് അവിടെ പോലും ആയുർവേദ ചികിത്സ ഇല്ല. എങ്ങനെയാണ് കേരളത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ അടിസ്ഥാന ചികിത്സ ഇല്ലായ്മ ചെയ്യപ്പെട്ടത്, ഇല്ലാണ്ടായത് നമ്മൾ അന്വേഷിക്കേണ്ടത്. കാരണം ഇവിടെ അക്യുപഞ്ചർ ചികിത്സയിൽ കാണുന്ന ഒരു കാഴ്ച ചികിത്സയുടെ വിജയങ്ങളെയും ചികിത്സയുടെ പ്രയോജനങ്ങളെയും അതുണ്ടാക്കുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ പ്രത്യേകതകളെയും അതിന്റെ ലാഭവും അതിന്റെ ഗുണവും അതിനെ തമസ്കരിച്ചുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമമായിട്ട് കാണുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അംഗീകരിച്ച ചികിത്സയാണ്. 2003 ചികിത്സ ഇന്ത്യൻ ഹെൽത്ത് മിനിസ്ട്രി ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ചികിത്സ ഉപയോഗപ്പെടുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലും മഹാരാഷ്ട്രയിലും സ്വന്തമായി കൗൺസിൽ ഉണ്ട്. ഈ അടുത്ത കാലത്ത് NCAHP അഥവാ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് പ്രാക്ടീസ്, ഈ ഒരു പ്രാക്ടീസിന്റെ അണ്ടറിൽ അക്യുപഞ്ചറിനെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിന്റെ അണ്ടറിൽ സിലബസ് ഉണ്ടാക്കണം, ബോഡി ഉണ്ടാക്കണം, റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കണം എന്ന ഉത്തരവൊക്കെ ഉണ്ടെങ്കിലും നിർഭാഗ്യവശാൽ കേരളത്തിൽ അങ്ങനെ സംഗതി ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ക്വാളിഫൈഡ് അക്യുപഞ്ചറിസ്റ്റുകൾക്കും പലതരത്തിലുള്ള കേസുകൾ അഭിമുഖീകരിക്കുകയാണ്. 2015 തന്നെ ഹൈക്കോടതിയിൽ ഉണ്ടായ കേസ് എല്ലാവർക്കും അറിയാം. ചീഫ് ജസ്റ്റിസ് സുനിൽ തോമസിന്റെ വിധി, അക്യുപഞ്ചർ പഠിച്ച ആൾക്ക് ചികിത്സിക്കാം. കാരണം അപ്പോൾ നിയമം അതാണ്. അപ്പൊ പഠിച്ച ആൾക്ക് ചികിത്സിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് അതുപോലെ നമ്മുടെ കോടതിയിൽ അതിനെതിരെ കേസുകൾക്ക് വിധികൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും അവസാനമായി 2024 ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവരുടെ വിധി അക്യുപഞ്ചർ ചികിത്സകരെ ഉപദ്രവിക്കരുതെന്നും അവരെ പോലീസുകാർ അസ്വസ്ഥപ്പെടുത്തരുതെന്നും പ്രയാസപ്പെടുത്തരുതെന്നും അത് മാത്രമല്ല ചികിത്സ ചെയ്യാൻ യോഗ്യരായ ആളുകൾക്ക് ചികിത്സ തടസ്സം ഉണ്ടാക്കരുതെന്നും അവർ ചികിത്സാ കേന്ദ്രങ്ങളിൽ മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാക്കരുതെന്നും ഒക്കെയുള്ള, അത് മാത്രമല്ല കൂടെ 4 മാസക്കാലം കൊണ്ട് നിലവിൽ ഇവരുടെ കാര്യങ്ങൾ അഥവാ അക്യുപഞ്ചർ ഇൻഡിപെൻഡന്റ് സിസ്റ്റമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചെങ്കിലും ഇവരുടെ റെഗുലേറ്ററി ബോഡി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഉടൻ തന്നെ റെഗുലേറ്ററി ബോഡി ഉണ്ടാക്കണമെന്ന ആവശ്യങ്ങളൊക്കെ ചീഫ് ജസ്റ്റിസ് ഉന്നയിക്കുകയുണ്ടായി. ഇത് 2015 മുതൽ നമ്മുടെ അസോസിയേഷൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമുക്ക് പ്രധാനമായ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് അറിയില്ല. ഒരു റെഗുലേറ്ററി ബോഡി ഇല്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ അറിയില്ല. പക്ഷേ ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്യുപഞ്ചർ ചികിത്സ ചെയ്യാൻ എല്ലാത്തിലും ഇവിടെ അനുമതിയും എല്ലാ സൗകര്യവും ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിർഭാഗ്യവശാൽ ഇതിനെപ്പറ്റി ബോധവാന്മാരല്ലാത്ത അവസ്ഥയിലാണ് ജനങ്ങളുള്ളത്. എത്രത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ മുഹ്സിനയുടെ മരണമുണ്ടായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്ന ഒരു അബദ്ധം, സാധാരണ അബദ്ധം എന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മെഡിക്കൽ ഓഫീസർ പോലും ശരീരത്തിലെ ചില പാടുകൾ കണ്ട് അക്യുപഞ്ചർ ചെയ്ത പാടുകളെന്ന് പറയുന്നു. എത്ര പേർക്ക് അക്യുപഞ്ചറിനെ പറ്റി അറിയാം? ഓട്ടോപ്സി ചെയ്യുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന എത്ര മെഡിക്കൽ ഓഫീസർമാർക്ക് അക്യുപഞ്ചറിനെ പറ്റി അറിയാമെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. കാരണം അക്യുപഞ്ചർ ഇങ്ങനെ അടയാളം ഉണ്ടാവില്ല. അക്യുപഞ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീഡിൽ അപ്ലൈ ചെയ്തെടുത്താൽ അവിടെ ഒരു അടയാളം ഉണ്ടാവില്ല. പക്ഷെ നെഞ്ഞത്തും വയറിലും കാലിന്റെ ഭാഗങ്ങളിലൊക്കെ വട്ടത്തുള്ള വലിയ പാടുകൾ അക്യുപഞ്ചറിന്റെ അടയാളമാണെന്ന് പറയുന്ന ആളുകൾ അക്യുപഞ്ചർ അറിയില്ലെന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം അക്യുപഞ്ചർ ഇങ്ങനെ അടയാളം ഉണ്ടാവില്ല. അപ്പോൾ അടിസ്ഥാനപരമായി ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പോലും അക്യുപഞ്ചർ എന്താണെന്ന് അറിയില്ല, അതിന് നിയമ പൊസിഷൻ അറിയില്ല, ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റമായി പ്രഖ്യാപിച്ചതിനെ പറ്റി അറിയില്ല. ഇപ്പോൾ ഉള്ള നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ഹെൽത്ത് തീർച്ചയായും അതെ മുഹ്സിനെ രണ്ടുപേരും
മുസ്ലിം പഠിച്ചതാ. രണ്ടുപേരും അക്യുപങ്ചറിസ്റ്റുകൾ തന്നെയാണ്. ഏതാണ്ട് 1000-ഓളം മെമ്പർമാരുണ്ട്. എല്ലാ ജില്ലയിലും ആളുകളുണ്ട്. അതെ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എവിടെയും ആളുകൾ എന്നുവെച്ചാല് അക്യുപങ്ചറിനെ വിരോധിക്കുന്ന ആളുകൾ പറയുന്ന അടിസ്ഥാനരഹിതമായ തെളിവില്ലാത്ത ഒരു പ്രയോഗം മാത്രമാണ്. നിങ്ങൾക്ക് തെളിവ് കാണിക്കാൻ കഴിയും. നമ്മളൊക്കെ ബി എസ് പഠനം എല്ലാവരും പൂർത്തിയാക്കിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മുടെ അസോസിയേഷൻ എല്ലാ മെമ്പർമാരും BSc കോഴ്സ് പഠിച്ചവർ തന്നെയാണ്. അതിന് കേരളം എല്ലാ ജില്ലയിലും പഠന കേന്ദ്രങ്ങളുണ്ട്. BSS, അതെ, BSSനെ പറ്റി നിങ്ങൾക്ക് അതെ നിങ്ങളത് അറിയില്ലെങ്കിൽ അന്വേഷിക്കണം. BSSന് ഒരുപാട് ലാബറട്ടറി കോഴ്സുകളുണ്ട്. BSSന് അതുപോലെ ഒരുപാട് മെഡിക്കൽ കോഴ്സുകളുണ്ട്. അക്യുപഞ്ചർ മാത്രമല്ല, ഫിസിയോതെറാപ്പി ഉണ്ട്. നോക്ക്, ഫോറൻ സയൻസ് പഠിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അക്യുപങ്ചർ ചെയ്താൽ അടയാളങ്ങൾ മനസ്സിലാവുന്നില്ല എന്ന് വളരെ വ്യക്തമാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വരൂ, അക്യുപങ്ചർ ചെയ്ത് കാണിച്ചുതരാം. അതിന് എങ്ങനെ അടയാളം ഉണ്ടാവും നോക്കൂ. ഇങ്ങനെ ഈ പറയുന്ന പോലെ വട്ടത്തിലുള്ള വലിയ അടയാളങ്ങൾ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ നിങ്ങൾ കണ്ടോ? പല തെളിവുണ്ടോ? എന്തെങ്കിലും ആര് പറഞ്ഞു? അതാ വിഷയം. അത് വേറെ വിഷയമാണ്. നിങ്ങൾ ഒരു മരണം ഉണ്ടായിരുന്നത് സത്യമാണ്. ആ അക്യുപങ്ചർ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ അക്യുപങ്ചർ സയൻസ് BSS ഇന്ത്യൻ സർക്കാരല്ല BSS നടത്തുന്നത്. BSS തുടങ്ങിയത് ആരാന്ന് നിങ്ങൾക്ക് അറിയോ? അതായത് BFIS പ്രോഗ്രാം പാസ്സായ ആളുകൾക്ക്, അതിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ അക്യുപങ്ചർ ചികിത്സ നടത്താൻ. അങ്ങനെ ഒരു നിയമത്തിന്റെ കോപ്പി കാണിച്ചു. നിങ്ങൾ വായനത്തൊരു നിയമമാക്കല്ലേ? അങ്ങനെ നിയമത്തിന്റെ കോപ്പി കാണിക്കൂ. എന്താണ് ഓക്കെ, ഇത് ഇല്ലീഗലാ? നിങ്ങൾ ഡോക്യുമെന്റ് കാണിക്കാൻ പറ്റും. ഇല്ലീഗൽ ഡോക്യുമെന്റ് തരാൻ പറ്റും നിങ്ങൾക്ക്? വായ കൊണ്ടൊക്കെ എന്തും പറയാം. അലോപ്പതി ചികിത്സയിൽ എത്ര ആൾ മരിച്ചു അതിന്റെ ഡോക്യുമെന്റ്. ഇതേപോലെ നിങ്ങൾ അലോപ്പതി ചികിത്സ മരണങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഓരോ ആഴ്ചയിലും മരിക്കുന്ന മരണങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അലോപ്പതിയിലാണ്. ഇനി മുസ്ലിം മരിച്ചവരാണ് അലോപ്പതി പറഞ്ഞാണ്. മെഡിക്കൽ കോളേജിൽ നിന്നാണ് മുസ്ലിം മരിക്കുന്നത്, അതറിയോ? എന്തിന്? അല്ല, അതിനെല്ലാം തെളിവുകളുണ്ട്. അന്വേഷിക്കാൻ പറഞ്ഞത് നമ്മൾ ആരോപണം അന്വേഷിക്കാൻ പറയുന്നു. ഏതൊക്കെ ചികിത്സകളാണ്, ഏതൊക്കെ രോഗങ്ങൾക്ക് ഏതൊക്കെ ചികിത്സകളാണ് അക്യുപങ്ചർ ഇത് വ്യക്തമായി നിങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യമാണത്. അക്യുപങ്ചർ എന്നുള്ളത് ഇൻഡിപെൻഡന്റ് മെഡിക്കൽ സയൻസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ രോഗവും ചികിത്സിക്കാനുള്ള ഒരു സിസ്റ്റമാണ് അക്യുപങ്ചർ എന്നുള്ളത്. ഒരു രോഗിയെ സംബന്ധിച്ച് അയാൾ അനുഭവിക്കുന്ന, ഇപ്പൊ നമ്മളെ ചികിത്സക്ക് വരുന്ന ആളുകൾ നിലവിൽ അയാൾ അലോപ്പതി ചികിത്സ ഉപയോഗപ്പെടുത്തും. അതിൽ മാറാതാകുമ്പോൾ ആയുർവേദമോ ഹോമിയോപ്പതി ചെയ്യും. അതിൽ മാറാതാകുമ്പോൾ നമ്മുടെ ചികിത്സ വരും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ ഉത്തരവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയാൻ സമ്മതിക്കണ്ടേ? ചോദ്യത്തിലുള്ള ഉത്തരവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ തെറ്റ്. ആ വാർത്ത തന്നെ തെറ്റ്. 3 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ 3 പേരും വീട്ടിൽ പ്രസവിച്ച ഒരാളോ അല്ല. മുഹ്സിനയുടെ 7 പ്രസവത്തിൽ 6 പ്രസവം ഹോസ്പിറ്റലായിരുന്നു. 7 പ്രസവത്തിൽ 6 പേരും ഹോസ്പിറ്റലിൽ പ്രസവിച്ചത്. പിന്നെ എവിടെയാണ് ആ വാർത്ത കിട്ടിയത്? ഒന്ന്. രണ്ടാമത്തത് 7ാമത്തെ പ്രസവം നിങ്ങൾ അന്വേഷിക്കണം. 7ാമത്തെ പ്രസവം വീട്ടിൽ പ്രസവിച്ചെന്ന് പറഞ്ഞില്ല, ഇത് അന്വേഷിക്കണം നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ചോദിക്കട്ടെ, 7 മാസത്തിലാണ് ആ പ്രസവം ഉണ്ടായിട്ടുള്ളത്. അത് പ്രീമച്വർ ബർത്ത് ആണ്. അത് പ്രസവിച്ചതല്ല. ബാത്റൂമിൽ പോകാൻ ടെൻഡൻസി ഉണ്ടായിട്ട് വയറ്റ് അങ്ങനെ പ്രസവം ഉണ്ടായിട്ടുണ്ട്. ബാത്റൂം ഇപ്പൊ നമുക്കറിയാം, ട്രെയിനിൽ പ്രസവിച്ചതും ബസ് സ്റ്റാൻഡിൽ പ്രസവിച്ചതും നമുക്കറിയാലോ. ഇതേപോലെ ബാത്റൂമിൽ പോകാൻ ടെൻഡൻസി ഉണ്ടായി. ഒരിക്കലും പ്രസവത്തിന് സമയം ഗർഭകാലം പൂർത്തിയായിട്ടില്ല. അവിചാരിതമായ ഒരു പ്രസവം സംഭവിച്ചോടെ അത് നിങ്ങൾ വീട്ടു പ്രസവം എന്ന് പ്രഖ്യാപിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ തന്നെ പ്രസവിച്ചത്. പക്ഷെ അവര് പ്രസവത്തിന്റെ ഗർഭകാലം പൂർത്തിയായിട്ടില്ലെന്ന് മാത്രമല്ല, പ്രീമച്വർ ബർത്ത് ആണ്. നിങ്ങൾ പ്രീമച്വർ ബർത്ത് അന്വേഷിക്കൂ. സാധാരണഗതിയിൽ ഒരു മിനിറ്റ് നിങ്ങൾ അന്വേഷിക്കണം. ഒരു പ്രീമച്വർ ബർത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് അറിയാം
അവര് അതിന്റെ കാര്യങ്ങൾ ചെയ്യും. അവര് അല്ല അത് അവരവർ ഇഷ്ടമല്ലേ, അതവരുടെ ഇഷ്ടമല്ലേ? പിന്നെ ആരുടെ ആ നിയമം ഏതാണ്? ആ നിയമം നിങ്ങൾ നിങ്ങൾ ആ നിയമം അങ്ങനെ ഒരു നിയമമില്ല, അങ്ങനെ ഒരു നിയമമില്ല. നിങ്ങൾ പറയുന്ന ഒരു നിയമമില്ല. വീട്ടിൽ പ്രസവിക്കുന്നത് നിയമപരമായി തെറ്റായ കാര്യമല്ല. അല്ലല്ല അതിന് നിയമമില്ല. അദ്ദേഹം പറയട്ടെ. അല്ല എന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് മന്ത്രവാദത്തിലൂടെയാണോ ചികിത്സ തേടേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് ഈ മന്ത്രവാദത്തിന് നടത്തുന്നവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ലോ. അല്ല, ഇത് ഈ ചോദ്യം ആരോട് ചോദിക്കേണ്ടത്? അത് മന്ത്രവാദികളോട് ചോദിക്കണം. അത് മന്ത്രവാദം ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കണം. നമ്മളോട് ചോദിക്കേണ്ടത് നമ്മളൊരു ലീഗലി ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് അക്യുപഞ്ചർ സിസ്റ്റം. അതിനെതിരെയാണ് നിങ്ങളെ കൊണ്ടിട്ടാണ് നിങ്ങൾ ചോദ്യം പറഞ്ഞിട്ട് ഉത്തരം പറയാൻ അവസരം നൽകുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ചോദ്യം ചോദിക്കാൻ നിങ്ങൾ ഒരാൾ ചോദിക്കും. നിങ്ങൾ എത്ര ആളപ്പം ചോദിക്കുന്നത്? ഒരാൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നിയമം നിലനിൽക്കുന്ന രാജ്യങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നരബലിയും കൊടുത്ത് അല്ലെങ്കിൽ മന്ത്രവാദം ചെയ്ത ആളുകൾ നോക്കിയാൽ നിയമം നിലനിൽക്കുന്ന രാജ്യത്ത് ചില ചികിത്സാ ചട്ടങ്ങളുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇതിൽ ഒരു സംശയമില്ല. നിങ്ങൾ ആരും അലോപ്പതി ചികിത്സ ഒരിക്കലും തേടാത്തവരാണ്. മറ്റ് ചികിത്സാ രീതികളും നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ ഒന്നും അങ്ങനെ അഭിപ്രായം അവർക്ക് ഇഷ്ടമുള്ള ചികിത്സ സ്വീകരിക്കാം. ഞാൻ എന്റെ ഇഷ്ടമുള്ള ഞാൻ സ്വീകരിക്കുന്നു. നിങ്ങൾ 5 പേര് മറ്റ് ചികിത്സാ രീതികളൊന്നും 5 പേര് മാത്രല്ല, ഞങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ സ്വീകരിക്കാത്തവരാണോ? അല്ല അത് സ്വകാര്യ അതെന്റെ ഇഷ്ടം താല്പര്യമല്ലേ? അതിന് ചോദ്യം നിങ്ങൾക്ക് അധികാരമുള്ളത്. അതിന് ചോദ്യം നിങ്ങൾക്ക് അധികാരമുള്ളത്. ആശുപത്രിയിൽ എത്തിച്ചതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ്? ആർക്ക്? അവര് ഗുരുതരമായ ഘട്ടത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ അവരുടെ ഇഷ്ടമല്ലേ? അല്ല ആ സമയത്ത് അവിടെ ഗുരുതരമായിരുന്നോ അല്ലേ എന്നുള്ളത് തേർഡ് പാർട്ടിയെ നമുക്കറിയോ? ഈ രാജ്യത്ത് ഒരു കാര്യം ആശുപത്രിയിൽ എത്തിച്ചില്ലേ? ഹോസ്പിറ്റലിൽ 4 ദിവസം നമ്മൾ അന്വേഷിക്കാൻ പറയുന്നത്. ഹോസ്പിറ്റലിൽ 4 ദിവസം കടന്നെങ്കിൽ ആ 4 ദിവസത്തിൽ എന്താണ് ദയാ ഹോസ്പിറ്റലിൽ നടന്നത്? 80,000 രൂപയുടെ ഫാർമസി ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് കേൾക്കൂ. 80,000 രൂപയുടെ ഫാർമസി ബില്ല് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ 4 ദിവസം കൊണ്ട് എന്തൊക്കെ ക്രൂരമായിട്ടുള്ള മരുന്നുകളാണ് അയാളുടെ ബോഡിയിൽ ഓൾറെഡി അവസ്ഥ നിലയിലായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ 80,000 രൂപയുടെ ഡ്രഗ്സ് കയറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. അത് അത് നമ്മളെടുത്തുണ്ട്. അതിന് കൃത്യമായ തെളിവ് നമ്മളെടുത്തുണ്ട്. അത് നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. അല്ല അക്യുപഞ്ചർ ആ കോഴ്സ് എത്ര സമയം ഡ്യൂറേഷൻ വരുന്നതാണ്? 1 year. 1 year. 3 വർഷം പഠിച്ചത് ഒരു വർഷം കൊണ്ട് 3 വർഷം പഠിച്ചാൽ ചികിത്സിക്കാൻ നിയമം ഇവിടെ നടപ്പിലാക്കാനുള്ള അതോറിറ്റി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് അവിടെ എൻറോൾമെന്റ് ഉണ്ട്. അതിനെ ആ 3 വർഷം ചെയ്യാൻ പാടുള്ളൂ നിങ്ങൾ വായിച്ചില്ലേ? ആ നിയമം നടപ്പിലാക്കാന് ഇവിടെ ആരുണ്ടാവണം? അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡി ഉണ്ടാകണം. ഈ റെഗുലേറ്ററി ബോഡി ഉണ്ടാകണം നമ്മൾ 10 കൊല്ലം പറഞ്ഞോണ്ടിരിക്കണേ. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം കൊടുക്കും. നമ്മള് ഓഗസ്റ്റ് മാസത്തിൽ കൊടുക്കും. നിങ്ങൾ സംഘടനയ്ക്കെങ്കിലും ആ ഉത്തരവാദിത്തമില്ലേ? ആ നിയമം വന്നത് എപ്പോഴാന്ന് നിങ്ങൾക്ക് അറിയോ? ഇപ്പൊ ഈ നിയമം വന്നത് എപ്പോഴാണ് പറയും? ഈ നിയമം എപ്പോഴാണ് വന്നത്? ഈ നിയമം എപ്പോഴാണ് വന്നത്? അത് പറയും. ആ ഡേറ്റ് പറയും. ഈ നിയമം നിയമം വന്നത് എപ്പോഴാണ് നിങ്ങൾ പറയും? നിങ്ങൾ അതിനെപ്പറ്റി അറിയില്ലല്ലോ. ഇവിടെ ആ നിയമം നടപ്പിലാക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് 10 വർഷത്തിലധികമായി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അസോസിയേഷൻ നിങ്ങൾ നമ്മോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന അന്വേഷിക്കണം. നമ്മൾ ഈ നിയമം ഉണ്ടാക്കാൻ റെഗുലേറ്ററി ബോഡി ഇതൊക്കെ നിങ്ങളുടെ ഭാവനകളാണ്. ഈ ഭാവന ഒഴിവാക്കി വെച്ച് വസ്തുതകളിലേക്ക് വരും. ഭാവനകൾ മാറ്റി വെച്ച് വസ്തുതകളിലേക്ക് വരും. നിങ്ങൾ ഭാവന ചോദിക്കില്ലേ? 7 മാസം വരെ
7 മാസം വരെ എന്ത് ചികിത്സയായിരുന്നു സ്വീകരിക്കുന്നുണ്ടായിരുന്നു? അത് ചോദിക്കണം, അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് അവർ താല്പര്യമല്ലേ? അത് അവരോട് ചോദിക്കണം, അവരുടെ ഇഷ്ടം. അത് അവരുടെ ഇഷ്ടം. കൊലപാതകം നിങ്ങളുടെ ആരോപണമാണേ. ആ ചികിത്സ അലോപ്പതിയിലുള്ള എല്ലാം കൊലപാതകമാണോ? എഴുപത്തി അലോപ്പതിയിൽ ഇത്ര ആൾക്കാരെ കുറിച്ച് കൊലപാതകം പറയുന്നുണ്ടോ? നിന്നുണ്ടായിരുന്നോ അവിടെ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ചികിത്സ നടത്തിയത്? എല്ലാം നമുക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇങ്ങോട്ട് ചോദിക്കരുത്. ഒരു വ്യക്തിക്ക് ഇങ്ങോട്ട് ചോദിക്കരുത്. ഉണ്ടായിരുന്നോ കേട്ടോ? ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന information, അവരുടെ ഫാമിലിയുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം വെച്ച് ഞങ്ങൾ ചോദിക്കുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ചോദിക്കുമ്പോ നിങ്ങൾ അവിടെ ചോദിക്കുന്നത് അല്ല ചേട്ടാ, ചേട്ടാ സാറേ, അതല്ല ഞാൻ പറയാം. അല്ല, നിങ്ങൾ കൈകാര്യം ചെയ്ത കുഴപ്പമില്ല. ഈ ചേട്ടൻ പറഞ്ഞെന്തറിയോ, ഒരു കൊലക്കുറ്റം ആരോപിക്കുമ്പോ ഇത് നടന്നതുപോലെ ചേട്ടൻ പറഞ്ഞത്, അവിടെ അവിടെ കൊന്നില്ല, ആരോപണമല്ല. അല്ല, ഭർത്താവ് ഉപദ്രവിച്ചു, ഭർത്താവ് ഉദ്ധരിച്ചു എന്നാ പറഞ്ഞേ. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് ആരോപിക്കുന്നതാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇപ്പൊ മൂസിന എന്ന് പറയുന്ന പറയട്ടെ, മൂസിന എന്ന് പറയുന്ന വ്യക്തി അവർക്ക് 1 year ഡിപ്ലോമ കോഴ്സസ് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവരൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൂടിയാണ്. അതേപോലെ തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, അലേജ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ നിയമം എപ്പോഴാണ് വന്നത്? ആ നിയമം വന്നതിന്റെ ഡേറ്റിന് ശേഷമാണോ ഇവർ പഠിച്ചത്, അത് അതിന് മുമ്പാണോ പഠിച്ചത് എന്നുള്ളത് നോക്കണ്ടേ? ഒരു നിയമം പ്രാബല്യത്തിൽ വന്നാൽ ആ മുൻകാല പ്രാബല്യത്തിലുള്ള ആൾക്കാരെ പരിഗണിക്കണം. ആ നിയമം വരുന്നതിന് മുമ്പുള്ള നിയമം ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ആ നിയമം പാസ്സായതിന് വന്നതിന് ശേഷമുള്ള കാര്യമാണ് പിന്നെ പറയുന്നത്. അല്ല, എന്താ പറഞ്ഞൂടെ പറയാം. അതാ പറഞ്ഞത്. അതെ, അലോപ്പതി സത്യമായ കാര്യം പറഞ്ഞത്. ആ എഴുത്തില് അലോപ്പതി കൊണ്ട് മരിച്ചു എന്നതിലില്ല. നിങ്ങൾ അങ്ങനെ ആലോചിക്കരുത്. അത് ഞങ്ങൾ എഴുതിയതല്ലേ, ഞങ്ങൾ എഴുതിയത് അന്വേഷിക്കണം. സത്യമായ കാര്യത്തിലേക്ക് സത്യമായ കാര്യത്തിലേക്കാണ് അവനെ വരുന്നത്, അല്ലാതെ വെറുതെ അല്ല. അതുകൊണ്ടാണ് മരണത്തിലേക്ക് എത്തിയത്. ഒരാളുടെ ദേഹത്തോടെ വണ്ടി ഓടിക്കുക, ഊഹത്തിന് മറുപടി പറയാൻ നമുക്ക് തന്നെ ഉണ്ടാക്കി പറയല്ലേ? ആക്സിഡന്റ് എന്താണ് ചോദ്യം? ആ സമയത്ത് അവർക്ക് എന്താണോ തോന്നുന്നത് അത് ചെയ്തു കൊടുക്കണം. അത് കൂടുതലുള്ളവർക്ക് എന്താണോ അപ്പൊ ഒരാൾ വ്യക്തിപരമായി തീരുമാനം എടുക്കാറില്ല. അത്തരം സാഹചര്യം ഒരുപാട് നോക്കാം. ഈ സംഘടനയുടെ നിയമം അറിയുന്നത് രാജ്യത്തെ നിയമമല്ല, കൃത്യമായിട്ട് മനുഷ്യന്റെ ജീവിതം വെച്ച് കഴിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അക്യുപങ്ചറിന് ഇവിടെ അതായത് ഒരാൾ അലോപ്പതി ചികിത്സയിൽ വർഷങ്ങൾ ഇരുന്ന് പ്രയാസപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാളുടെ മരണത്തിന്റെ ഘട്ടം എത്തുന്ന ഘട്ടത്തിൽ അവർ തീരുമാനം എടുക്കുകയാണ്, ഇനി വെന്റിലേറ്ററിൽ ഐസിയുയിൽ വെച്ച് ആളെ പ്രയാസപ്പെടുത്തേണ്ട, കുടുംബവും സാമ്പത്തികമായിട്ട് തകരാറാകേണ്ട, ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ചികിത്സ അവർ അന്വേഷിക്കുമ്പോൾ അക്യുപങ്ചർ കണ്ടെത്തി അവർ ചെയ്ത് അക്യുപങ്ചർ ഇരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ അതിന്റെ കുറ്റം അക്യുപങ്ചറിന്. രണ്ടാമത് അക്യുപങ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഒരു കുടുംബം ലാസ്റ്റ് അലോപ്പതിയിൽ പോയി മരിച്ചാലും ഇതാണ് പറഞ്ഞത്. കൃത്യമായി ആസൂത്രിതമായ ഒരു ഇടപാടാണിത്. മനസ്സിലാക്കുന്നതാണ് നിങ്ങൾ പേഴ്സണൽ ലൈഫിനെ ഉപയോഗിക്കാം. കാരണം എന്താ ചോദിച്ചാല് ഡ്രഗ് അലർജി, മൾട്ടി ഡ്രഗ് അലർജി ഇസ് എ ഫാക്ട്. നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇപ്പോ ഈ പറയുന്ന മുഹ്സിന മൾട്ടി ഡ്രഗ് അലർജി പേഴ്സണാലിറ്റി ആയിരുന്നു എന്നുള്ളത് അവർക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മരുന്നിന്റെ പ്രയോഗം മൾട്ടി ഡ്രഗ് അലർജി ഉള്ള ഒരാളെ ശരീരത്തിൽ പ്രയോഗിച്ച് എന്ത് സംഭവിക്കുന്നു അന്വേഷിക്കണം. എത്ര നമ്മൾ പറയുന്നുള്ളൂ. ഇത് അന്വേഷിക്കാൻ തയ്യാറാവില്ല, ഇത് അന്വേഷിക്കില്ല, കൂട്ടാക്കുന്ന ന്യായമുള്ളത്. ഇത് അത് അന്വേഷിക്കുക. കാരണം അതുപോലെ തന്നെയുള്ള വ്യക്തി
അതുപോലെ ഇങ്ങനെ അന്വേഷണമേ നടക്കുന്നില്ല. എല്ലാം അക്കിപ്പഞ്ചായത്തെ തലയിൽ കെട്ടിവെച്ച് തലയുരാൻ ശ്രമിക്കുകയാണ്. ഇവിടെയാണ് ഇതിന്റെ പേര് അന്വേഷണം ആസൂത്രിതമായ തീർച്ചയായും തീർച്ചയായും അതുകൊണ്ട് ഞങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ ചികിത്സ ആ ചികിത്സക്കാണ് പറയുന്നത്. നിങ്ങളുടെ വാദം അംഗീകരിച്ചത്, അതായത് മൂസിനായുടെ മരണം അന്വേഷിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ അംഗീകരിച്ചത്. നിങ്ങൾ പകരം പറഞ്ഞിരിക്കുന്നത് മൂസിനയുടെ ഭർത്താവ് നിരപരാധിയാണെന്ന് നിങ്ങൾ അന്ന് പ്രഖ്യാപിച്ചു. ഒരു സത്യാവസ്ഥ കാര്യം പറയുന്നത് തെളിവുകളും സാക്ഷികളുമാണ് പ്രധാനം. നമുക്ക് അറിയുന്നതുകൊണ്ടാണല്ലോ പ്രഖ്യാപിക്കുന്നതിന് എന്താ കുഴപ്പം? കുറ്റവാളിയായിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത്. കുടുംബ പ്രശ്നം അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഓക്കെ, ഒരു മിനിറ്റ്. മുഹ്സിനയുടെ ഹസ്ബൻഡ് ഇബ്രാഹിം നിരപരാധി നമ്മൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന് അടിസ്ഥാനം ചോദിക്കും നിങ്ങള്, അത് തെളിവ് ചോദിക്കും. ആ തെളിവ് അന്വേഷിക്കൂ, ആ തെളിവ് അന്വേഷിക്കൂ. അല്ലാതെ മുഹ്സിനയുടെ വോയിസ് ഉണ്ട്, മുഹ്സിനയുടെ ഇഷ്ടം പോലെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അവിടെ തുറന്നു അഭിപ്രായങ്ങളുണ്ട്. അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ വിധിയല്ലല്ലോ. വിധിയാണെങ്കിൽ നമ്മൾ ഇവിടെ അല്ലല്ലോ. അതുപോലെ രണ്ടുപേരും ഒരു കാര്യം കൂടി പറഞ്ഞു തീർത്താണ്. അവിടെ സ്വാതന്ത്ര്യത്തിനെത്തിയ അയൽവാസിയായ റുവൈദ, അവര് ഇടയ്ക്കിടയ്ക്ക് സമാശ്വാസത്തിനായിട്ട് ഇവരുടെ അടുത്ത കൂട്ടുകാരിയാണ്. അതുപോലെ ആദ്യ ആ 7 മാസത്തിൽ പ്രസവിക്കപ്പെട്ട് കുട്ടി മരിച്ച സമയത്ത് ആ ഡെത്ത് കൺഫേം ആക്കാൻ വേണ്ടി തിരൂര് ഇബ്രാഹിം നിന്നപ്പോ ഇബ്രാഹിമിനെ കൊണ്ട് കാറിൽ വന്നു, കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഡെത്ത് കൺഫേം ആക്കാൻ പോയ ജുനൈദ്, ഇവർ രണ്ടുപേരെ പ്രതി ചേർത്തി കേസെടുത്തത് ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. ഒരു പരിഗണന ഇല്ലാതെ അതുകൊണ്ട് ചികിത്സയിലായതുകൊണ്ട് സമാശ്വസിപ്പിക്കാൻ പാടില്ല, ഒരാളെ സഹായിക്കാൻ പാടില്ല, മാനസികമായ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന തരത്തിലാണ് ജുനൈദും റുവൈദയും. ആണുങ്ങളുടെ മുഖം കണ്ടതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ആ സൈസ് വൃത്തിയോടെയൊക്കെ ആ വീട്ടിൽ പോയി പറയുന്നത്. എന്ത് വിശ്വാസത്തിൽ ആരോഗ്യയായ സ്ത്രീ ആ മരണ വീട്ടിൽ പോയിരുന്നിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ആ മരണപ്പെട്ട സ്ത്രീയുടെ പിതാവ് ഇവിടെ നിന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് ഒരു കൺഫ്യൂഷൻ റുവൈദ മുഖം മറക്കുന്ന സ്ത്രീ അല്ല. അല്ല, അദ്ദേഹത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ വൈകാരികത ആരോ മുതലെടുക്കുന്നുള്ള സംശയമാണ് നമ്മൾ ലയിക്കുന്നത്. ഓരോ മനുഷ്യനും അവരുടെ വിശ്വാസമാണ്. നിങ്ങൾ എന്ത് വർത്താനായി പറഞ്ഞത്? മതത്തിനെ ഇതൊരു മെഡിക്കൽ മെഡിക്കൽ ആരോഗ്യം